യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ആത്മീക ചിന്തകളിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം തന്നെ സഹായിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, ദൈവരാജ്യത്തെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. കാരണം ദൈവരാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന ദൈവം ആത്മാവാണ്. അതുകൊണ്ട് ആത്മാവായിരിക്കുന്ന ദൈവം രാജാവായിരിക്കുന്ന ഈ ദൈവരാജ്യത്തെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. പക്ഷേ നമുക്ക് ദൈവരാജ്യത്തെ അനുഭവിക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ഗവൺമെന്റ്. നമുക്ക് ഗവൺമെന്റിനെ കാണാൻ കഴിയത്തില്ല, പക്ഷേ നമുക്ക് ഗവൺമെന്റിനെ അനുഭവിക്കാൻ സാധിക്കും. ഗവൺമെന്റിന്റെ ബെനിഫിറ്റ്സുകളുണ്ട്, ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളുണ്ട്, ഗവൺമെന്റിന്റെ സ്കീമുകളുണ്ട്. നമ്മൾ ഈ സ്കീം അറിഞ്ഞെങ്കിൽ മാത്രമേ, ഈ ബെനിഫിറ്റുകൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഗവൺമെന്റിനെ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് MLA-മാരെ കാണാം, മന്ത്രിമാരെ കാണാം, പ്രൈം മിനിസ്റ്ററെ കാണാം, എല്ലാം കാണാം. പക്ഷേ നമുക്ക് ഗവൺമെന്റിനെ കാണാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾ ഗവൺമെന്റിനെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ദൈവരാജ്യവും. നമുക്ക് ദൈവരാജ്യത്തിൽ ദൈവദാസന്മാരെ കാണാം, അച്ഛന്മാരെ കാണാം, ആത്മീയ ശുശ്രൂഷകരെ കാണാം, എല്ലാവരെയും നമുക്ക് കാണാം. പക്ഷെ നമുക്ക് ദൈവരാജ്യത്തെ കാണാൻ കഴിയത്തില്ല. നമ്മൾ ദൈവരാജ്യത്തെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് അനുഭവിക്കണമെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തെ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ പലർക്കും ദൈവരാജ്യത്തെക്കുറിച്ച് അറിയാൻ യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ഈ വചനമൊക്കെ സംസാരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യത്തെ അറിയുവാൻ ശ്രമിക്കണം. അതിന് നമ്മെ സഹായിക്കുന്നതായ ഏക വ്യക്തി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ശിഷ്യന്മാർ വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ, പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്തെന്ന് അവനോട് ചോദിച്ചു. വലിയൊരു ചോദ്യമാണ്. കാരണം കർത്താവ് യേശുക്രിസ്തു എപ്പോഴും അവരോട് ഉപമകളിലൂടെ സംസാരിക്കുന്നു. യഹൂദ റബിമാര് എപ്പോഴും ഉപമകൾ സംസാരിക്കുകയില്ല, അവർ വല്ലപ്പോഴും ഒക്കെ ഉപമകൾ സംസാരിക്കുകയുള്ളൂ. പക്ഷേ യേശുക്രിസ്തുവിന്റെ ഒരു ശൈലി, അവൻ ഉപമകളിലൂടെയാണ് കൂടുതലും സംസാരിക്കുന്നത്. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് ഉണ്ടായ സ്വാഭാവികമായ സംശയം, യേശുവേ നീ എന്തുകൊണ്ടാണ് ഉപമകളിലൂടെ സംസാരിക്കുന്നത്? അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. നോക്കണേ, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ എന്താണ്? സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ, ആ മർമ്മങ്ങൾ സ്വർഗത്തിലുള്ളതാണ്. പക്ഷെ അത് ഭൂമിയിൽ വെളിപ്പെടുത്താൻ കഴിയണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരുവന് മാത്രമേ ആ മർമ്മങ്ങളെ വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും ഡൽഹിക്ക് ശുശ്രൂഷകൾക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ കൊല്ലത്തു നിന്ന് പ്രവേശിച്ചതായ കുറച്ച് പട്ടാളക്കാരായ ആളുകൾ വളരെ ദൂരം ഓടിയ ശേഷം അവർ എന്നോട് ചോദ്യം ചോദിച്ചു. ഞാൻ സുശേഷകനാണെന്ന് അറിഞ്ഞിട്ട്, സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? സ്വർഗത്തിൽ പോയി വന്നതായ ആരെങ്കിലും സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അവർ ചോദിച്ച ചോദ്യം വളരെ കാതലായ ചോദ്യം തന്നെയായിരുന്നു. കാരണം സ്വർഗത്തിൽ പോയി വന്ന ഒരാൾക്ക് മാത്രമേ സ്വർഗത്തെക്കുറിച്ച് പറയുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, എനിക്ക് ഒരാളെ അറിയാം, അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് വന്ന ആളാണ്, അദ്ദേഹം സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാം. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആരാണ് സ്വർഗത്തിൽ നിന്ന് വന്നത്? ഞാൻ പറഞ്ഞു, ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെ ഞാൻ സ്വർഗത്തെക്കുറിച്ച് അവരോട് സംസാരിച്ചു, സ്വർഗത്തിലെ നിത്യതയെക്കുറിച്ച് സംസാരിച്ചു, സ്വർഗത്തിന്റെ ഭംഗിയെക്കുറിച്ച് ഞാൻ വിവരിച്ചു പറഞ്ഞു. സ്വർഗത്തിൽ ആർക്കു പോകാം, ആർക്കു പോകാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള കാര്യവും ഞാൻ അവരോട് പറഞ്ഞു. അവസാനമായിട്ട് അവരെന്നോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആരാണ് ഇത് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് വരികയും സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോവുകയും ഇനി സ്വർഗത്തിൽ നിന്ന് രണ്ടാമത് വരാൻ പോകുന്ന കർത്താവ് യേശുക്രിസ്തുവാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവർക്ക് വലിയ വിശ്വാസമായി തീർന്നു. അവർ പറഞ്ഞു, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞങ്ങൾ വ്യത്യസ്തമായ ഒരു മതത്തിലാണെങ്കിൽ പോലും യേശുക്രിസ്തു ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞത് സത്യമാകാനേ വഴിയുള്ളൂ. നോക്കണേ, ആ പട്ടാളക്കാര് ആ സത്യം ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്ന് പറയുന്ന പോലെ സ്വർഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവാണ്. പക്ഷെ യേശുക്രിസ്തു ഇത് പറയുമ്പോഴും കർത്താവ് പറയുന്നു, ഇത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വരം ലഭിക്കണം. വരം ലഭിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം, നമുക്ക് അത് ഗ്രഹിപ്പാനുള്ള ഒരു ആത്മീക സഹായം ആവശ്യമാണ്. അത് ആർക്കാണ് ലഭിക്കുന്നത്?
അത് ആർക്കാണ് ലഭിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാണോ അതിനുവേണ്ടി വാഞ്ചിക്കുന്നത് അവർക്കാണ് ആ വരം ദൈവം കൊടുക്കുന്നത്. പല ആളുകളും സംശയം ചോദിക്കുന്നത് നമ്മളെ കൊടുക്കാൻ വേണ്ടിയായിരിക്കാം. പല ആളുകളും സംശയം ചോദിക്കുന്നത് മറ്റുള്ളവരെ ജയിക്കാൻ വേണ്ടിയായിരിക്കാം. പക്ഷെ ആത്മാർത്ഥമായി എനിക്ക് അറിയണമെന്നുള്ള ഒരു ചിന്തയിൽ ഒരു വ്യക്തി ദൈവരാജ്യത്തെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അവന് അത് ഗ്രഹിപ്പാനുള്ള കൃപ കൊടുക്കുവാൻ ഇടയായിത്തീരും. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ വിശദീകരണമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിവുള്ളതായ എത്യോപ്യൻ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകൻ, അതേ ഫിനാൻസ് മിനിസ്റ്റർ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന യൂനക് ഷണ്ണൻ, അദ്ദേഹം പെരുന്നാൾ കഴിഞ്ഞ് തൻ്റെ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആ പെരുന്നാളിന്റെ ആ ആത്മീയ ഉണർവിന്റെ പശ്ചാത്തലത്തിൽ തേരിൽ ഇരുന്നു കൊണ്ട്, അന്നത്തെ വാഹനമായിരുന്നല്ലോ, തേരിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം യെശയ്യാ പ്രവാചക പുസ്തകം ഉറക്കെ വായിച്ചുകൊണ്ട് വരികയാണ്. പക്ഷെ ഈ വ്യക്തിക്ക് ഈ വചനം ഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ തനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. കാരണം ആരും അദ്ദേഹത്തിന് അർത്ഥം പറഞ്ഞു കൊടുക്കാനില്ല, ആരും അദ്ദേഹത്തിന് സഹായമായി കൂടെയില്ല. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസ് എന്ന് പറയുന്ന ദൈവദാസനെ ഈ സ്ഥലത്തേക്ക് അയക്കുകയും ഈ തേര് കണ്ട ഉടനെ അദ്ദേഹം തേരിനോട് ചേർന്ന് നടക്കുകയും ചെയ്തു. എന്താ സംഭവിച്ചത്? അങ്ങനെ തേരിനോട് ചേർന്ന് നടക്കുന്നതായ ഈ ഫിലിപ്പോസ് എന്ന ദൈവദാസൻ ഈ ഷണ്ണൻ വായിക്കുന്നതായ ആ വചനഭാഗം ശ്രദ്ധിച്ചിട്ട് താൻ ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ പൊരുൾ തിരിച്ചു തരുവാൻ ഒരുവൻ വേണം. അവന്റെ ഒരു ആഗ്രഹമായിരുന്നു, എന്നെ ആരെങ്കിലും ഒന്ന് സഹായിച്ചാലോ. അതെ, ആഗ്രഹത്തെ കണ്ടവനായ ദൈവം ഈ ഷണ്ണന്റെ അടുക്കിലേക്ക് ദൈവദാസനായി ഫിലിപ്പോസിനെ പറഞ്ഞയച്ചു. പഴയ നിയമത്തിൽ അഗാധ പാണ്ഡിത്യം ഒരു പക്ഷേ ഫിലിപ്പോസിന് കാണും. പക്ഷെ അദ്ദേഹം പറയുന്ന മുഴുവനും ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളായിരുന്നു. അവൻ വായിച്ചതായ പ്രവാചക പുസ്തകത്തിന്റെ ഭാഗങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന നിവൃത്തിയാണെന്ന് തെളിയിച്ചുകൊണ്ട് വളരെ വ്യക്തമായി സുവിശേഷം ഫിലിപ്പോസ് ഈ ഷണ്ണനോട് സംസാരിപ്പാനിടയായി തീർന്നു. അതാണ് ദൈവരാജ്യത്തിന്റെ മർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യൻ ഫിലിപ്പോസ് പറയാതെ തന്നെ പറയുന്നു, ദേണ്ട വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിൽ നിനക്ക് വിരോധമുണ്ടോ? അതായത് ഞാൻ ഇന്ന് മുതൽ ഈ കർത്താവ് യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നതിൽ, കർത്താവ് യേശുക്രിസ്തുവിനോട് ചേരുന്നതിൽ നിനക്ക് വല്ല വിരോധമുണ്ടോ? അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, നീ അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് അങ്ങനെ ആകാം എന്ന് പറഞ്ഞ് അവനെ സ്നാനപ്പെടുത്തുവാനിടയായി തീർന്നു. ഇതാണ് ദൈവം നൽകുന്നതായ കൃപ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം കൃപ തരാതെ നമുക്ക് ഒരു ആത്മീക മർമ്മങ്ങളും ഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല. നമുക്ക് വേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്, കർത്താവേ ഇതെനിക്ക് മനസ്സിലാകണം. ഐ വാണ്ട് ടു നോ യു. എനിക്ക് നിന്നെ അറിയണം. ഞാൻ നിന്നെ അറിയുന്നത് ദൈവവചനത്തിലൂടെയാണ്. അതിനുള്ള ഒരു ഗ്രാഹ്യം, അതിനുള്ള ഒരു കൃപ എനിക്ക് തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം തൻ്റെ കൃപകളാൽ നിന്നെ നിറയ്ക്കുവാൻ ഇടയാക്കി തീർക്കും. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അടുത്ത ദിവസം നമ്മൾ ഈ ഒരു ചിന്തയുടെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ, കർത്താവ് യേശുക്രിസ്തു രാജാവായിരിക്കുന്ന ആ ആത്മീക മണ്ഡലത്തിൻ്റെ ബെനഫിറ്റുകൾ, അതിൻ്റെ പ്രയോജനങ്ങൾ, അതിൻ്റെ നന്മകൾ ഒക്കെ നമ്മൾ അറിയണമെങ്കിൽ ഈ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈ മർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിന് ദൈവമേ നീ എനിക്ക് ഗ്രഹിപ്പാനുള്ള കൃപ തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ആ കൃപ നമുക്ക് നൽകുവാനിടയായി തീരും. ഇന്ന് വാസ്തവമായിട്ടും നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്നോട് കൂടെ പ്രാർത്ഥിക്കുക. അല്ല, ഈ ദിവസങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറ, കർത്താവെ എനിക്ക് ദൈവരാജ്യത്തിൻ്റെ ആത്മീകമായ മർമ്മങ്ങളെ എനിക്ക് ഗ്രഹിക്കുവാൻ വളരെ ആഗ്രഹമുണ്ട്. കർത്താവെ നീ എന്നെ അതിനുവേണ്ടി സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം തൻ്റെ കൃപകളാൽ നിങ്ങളെ നിറയ്ക്കുവാൻ ഇടയാക്കി തീർക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. അതിനുള്ള വാഞ്ച എന്നെ കേൾക്കുന്ന പ്രിയമുള്ള എല്ലാവർക്കും അങ്ങ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവരാജ്യത്തെക്കുറിച്ച് അറിയുക വഴി കർത്താവെ ദൈവത്തെ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ, ദൈവരാജ്യത്തെ അനുഭവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുമല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം വ്യത്യാസം വരുത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അനുവദിച്ചാൽ ഈ ഒരു ചിന്തയുടെ
തുടർമാനമായ ചിന്ത നമുക്ക് അടുത്ത ദിവസം കേൾക്കുവാൻ സാധിക്കും. അതേ ദൈവരാജ്യത്തെക്കുറിച്ച് നമുക്ക് അറിയുവാനൊരു വാഞ്ച, ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ.